വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, മുഅ്മിനെ, സഹോദര, മനുഷ്യ, ഈ ഭൂമിയിൽ നടക്കുമ്പോൾ അഹങ്കാരം നടിക്കരുത്, അഹങ്കരിക്കരുത്, അഹന്ത നടിക്കരുത്, ഗർവ നടിക്കരുത്. ഖുർആൻ വലാ തംശി ഫിൽ അർളി മറഹാ ഇന്നക ലൻ തഖ്രിഖൽ അർള് വലൻ തബ്ലുഗൽ ജിബാല തൂലാ. മനുഷ്യനെ നോക്കി അല്ലാഹു പറയുകയാണ്, ഹേ മനുഷ്യ, ഭൂമിയിൽ നീ അഹന്ത നടിക്കരുതേ, അഹങ്കരിച്ചുകൊണ്ട് ജീവിക്കരുതേ. എന്തേ കാരണം? ഇന്നക ലൻ തഖ്രിഖൽ അർള്, ആ ഭൂമിയെ പിളർക്കാനോ, വലൻ തബ്ലുഗൽ ജിബാല തൂലാ, നീ കാണുന്ന പർവ്വതങ്ങളോളം ഉയരാനോ നിന്നെ കൊണ്ട് സാധിക്കുകയില്ല സഹോദര. നിനക്കൊരുപാട് സമ്പത്തുണ്ടായിരിക്കാം, ഒരുപാട് സ്ഥാനമാനങ്ങൾ ഉണ്ടായിരിക്കാം, ഒരുപാട് പിടിപാടുകൾ നിനക്കുണ്ടായിരിക്കാം. പക്ഷേ സഹോദര, നീ അഹങ്കരിക്കരുതേ. വലാ തംശി ഫിൽ അർളി മറഹാ, ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം നീ വിനയാന്വിതനായിക്കൊണ്ട് ജീവിക്കണം. അഹങ്കാരം നടിച്ചുകൊണ്ട് ജീവിക്കരുത്, ഗർവ നടിക്കരുതേ മനുഷ്യ, അഹന്ത നടിക്കരുതേ സഹോദര. അഹങ്കരിക്കാൻ നീ ഒന്നുമല്ലെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യ, നിനക്ക് എത്ര വലിയ സ്ഥാനമാനങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ അധികാരമുണ്ടെങ്കിലും, എത്ര വലിയ മണിമാളികളിൽ നീ താമസിക്കുന്നവനാണെങ്കിലും, വില കൂടിയ വാഹനങ്ങൾ നിനക്കുണ്ടെങ്കിലും, അതിൽ നിന്നെല്ലാം നീ വന്നിറങ്ങിയാലും നിനക്ക് അഹങ്കരിക്കാൻ അവകാശമില്ല മുഅ്മിനേ, അഹങ്കരിക്കാൻ അവകാശമില്ല സഹോദര. അല്ലാഹു പറയുകയാണ്, നീ വെറും ബീജത്തുള്ളിയിൽ നിന്ന് കടന്നു വന്നതാണ്. നിസാരമായി കാണുന്ന, കണ്ടാൽ അറപ്പ് തോന്നുന്ന, എല്ലാവരും മ്ലേച്ഛമായി കരുതുന്ന വെറും ബീജത്തുള്ളിയിൽ നിന്ന് കടന്നു വന്ന മനുഷ്യ, നിനക്ക് ദുനിയാവിൽ അഹങ്കരിക്കാൻ ഒരു വകയുമില്ല. അല്ലാഹു ചോദിക്കുകയാണ്, യാ അയ്യുഹൽ ഇൻസാൻ അവലം യറൽ ഇൻസാൻ അന്നാ ഖലഖനാഹു മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. അല്ലയോ മനുഷ്യ, നീ കാണുന്നില്ലേ, നീ ചിന്തിക്കുന്നില്ലേ, നിന്നെ സൃഷ്ടിച്ചത് വെറും ബീജത്തുള്ളിയിൽ നിന്നുമാണ്. നിന്നെ പടക്കപ്പെട്ടത് നിസാരമായ ബീജത്തുള്ളിയിൽ നിന്നുമല്ലേ സഹോദര. അല്ലാഹു ചോദിക്കുകയാണ്, ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ, ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. നീ നിസാരമായ ബീജത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവനതാ പരസ്യമായി അല്ലാഹുവിനോട് തർക്കിക്കുന്നവനായി മാറുന്നു, അല്ലാഹുവിനോട് ധിക്കാരം കാണിക്കുന്നവനായി മാറുന്നു. സഹോദര, മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നിനക്ക് കിട്ടിയ സമ്പത്ത്, നിനക്ക് കിട്ടിയ സ്ഥാനമാനങ്ങൾ, നിനക്ക് കിട്ടിയ അധികാരം, വലിയ വില കൂടിയ വാഹനങ്ങളും വീടുകളുമെല്ലാം അല്ലാഹ് തന്ന അനുഗ്രഹമാണെന്ന് ഓർക്കണേ സഹോദര, ഓർക്കണേ മനുഷ്യ. അല്ലാഹ് തന്ന അനുഗ്രഹമാണ് മുഅ്മിനേ, അല്ലാഹ് തന്ന അനുഗ്രഹമാണ്. അതിനെ നീ മറന്നു കളഞ്ഞുകൊണ്ട് ജീവിക്കരുത്. നിന്റെ സമ്പത്തിന്റെ പേരിൽ, നിന്റെ അധികാരത്തിന്റെ പേരിൽ അഹങ്കരിക്കാൻ പാടില്ലെന്ന് സാരം. അഥവാ ഇതെല്ലാം തന്നത് അല്ലാഹുവാണ്. പക്ഷേ ആ മനുഷ്യൻ അല്ലാഹു തന്ന അനുഗ്രഹത്തെ മതിമറന്നുകൊണ്ട് അവൻ അല്ലാഹുവിനെതിരെ സംസാരിക്കാൻ തയ്യാറാകുന്നു, അല്ലാഹുവിനെ ധിക്കരിക്കാൻ തയ്യാറാകുന്നു, അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ ജീവിക്കാൻ തയ്യാറാകുന്നു. മുഅ്മിനെ പാടില്ല, മനുഷ്യ പാടില്ല, സഹോദര പാടില്ല. ദുനിയാവിൽ നീ അഹങ്കരിച്ചുകൊണ്ട് ജീവിക്കരുതേ. നിനക്ക് കിട്ടിയ സ്ഥാനമാനങ്ങളും അധികാരവും എല്ലാം അല്ലാഹു തന്നതാണെന്നുള്ള ബോധം വേണം. ഇന്ന് മനുഷ്യൻ ഇതെല്ലാം എന്റെ കഴിവ് കൊണ്ട് ഞാൻ പടച്ചെടുത്തതാണ്, ഇതെല്ലാം എന്റെ കഴിവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ചിന്തിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ജീവിക്കുന്നെങ്കിൽ വലാ തംശി ഫിൽ അർളി മറഹ, ദുനിയാവിൽ അഹങ്കാരത്തോടെ ജീവിക്കല്ലേ മുഅ്മിൻ സഹോദര. മനുഷ്യ ദുനിയാവിൽ ജീവിക്കുമ്പോ മറ്റുള്ളവന് ഭാരമാകാത്ത നിലയിൽ, മറ്റുള്ളവനെ കൊണ്ട് പറയിപ്പിക്കാത്ത നിലയിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വേള സഹാബത്തിരിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ കൈയിലേക്ക് ഇങ്ങനെ തുപ്പി, അല്ലാഹുവിന്റെ റസൂൽ കൈയിലേക്ക് ഇങ്ങനെ തുപ്പിയിട്ട് സഹാബത്തിനോട് ചോദിച്ചു, ഈ നിസാരമായ തുള്ളി, ഇതുപോലെ നിസാരമായ തുള്ളിയിൽ നിന്നുമാണ് മനുഷ്യ നിന്നെ പടക്കപ്പെട്ടത്, നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത്. പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ അല്ലാഹുവിനോട് മത്സരിക്കാൻ കഴിയുക?
അള്ളാഹുവിനെ ധിക്കരിക്കാൻ കഴിയുക. ഇന്ന് മനുഷ്യർ അള്ളാഹുവിനെ എതിർക്കുന്നു, അള്ളാഹുവിനോട് തർക്കിക്കുന്നു, അള്ളാഹു ഇല്ല എന്ന് പറയുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഈ ആരോഗ്യം നിനക്ക് തന്നത്, ഈ സുന്ദരമായ രൂപം നിനക്ക് തന്നത്, നിനക്ക് ജീവൻ തന്നത്, നിനക്ക് നല്ലൊരു ശരീരം തന്നത്, പൂർണ്ണമായി എല്ലാ അവയവങ്ങളും നിനക്ക് തന്നത് അല്ലാഹുവാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു തന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം വെച്ച് എപ്രകാരം നമുക്ക് അല്ലാഹുവിനോട് തർക്കിക്കാൻ കഴിയും? എപ്രകാരം നമുക്ക് അഹങ്കരിക്കാൻ കഴിയും? സഹോദര മുഅ്മിനെ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്നു, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബികൽ കരീം الذي خلقك فسواك فعدلك. അല്ലാഹു മനുഷ്യരെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ മനുഷ്യ, മാ ഗർറക ബിറബ്ബികൽ കരീം, ഉദാരനായ മാന്യനായ നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ എപ്രകാരമാണ് നിന്നെ എന്താണ് വഞ്ചിച്ചതെന്ന് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിച്ച കാര്യം എന്താണ്? എങ്ങനെയുള്ള തമ്പുരാനാണ്? എങ്ങനെയുള്ള രക്ഷിതാവാണ്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, നിന്നെ സൃഷ്ടിച്ചത് അവനാണ്, നിന്നെ പടച്ചത് അവനാണ്. ഫസവ്വാക, നിന്നെ ചൊവ്വാക്കിയ, നിനക്ക് നല്ലൊരു രൂപം തന്നത്, നിനക്ക് സൗന്ദര്യം തന്നത്, നിനക്ക് പൂർണ്ണമായ ആരോഗ്യം തന്നത് അവൻ തന്നെയല്ലയോ? അവന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചതാരാണ്? ഫഅദലക, നിന്നെ തുല്യനാക്കുകയും ചെയ്തില്ലയോ അവൻ? അഥവാ എല്ലാ മനുഷ്യരെ പോലെയും അല്ലാഹു നിനക്കൊരു കുറവും വരുത്തിയില്ല, നിന്റെ അവയവങ്ങൾക്കൊരു കുറവും വരുത്തിയില്ല. നിന്റെ കൈയിന് നീളം കൂടുതൽ, മറ്റൊരു കൈക്ക് നീളം കുറച്ചില്ല. ഒരു കാലിന് നീളം കൂട്ടി, മറ്റൊരു കാലിന് നീളം കുറച്ചില്ല. നിന്റെ സൗന്ദര്യത്തിന് ഒരു കുറവും വരുത്തിയില്ല. എല്ലാം തുല്യമായ നിലയിൽ തന്നെ നിനക്ക് തന്നില്ലയോ? നിന്നെ കൃത്യമായി തന്നെ നിന്നെ സൃഷ്ടിച്ചില്ലയോ? നിനക്ക് മുഴുവൻ ആരോഗ്യവും പൂർണ്ണമായി തന്നെ തന്നില്ലയോ? അങ്ങനെയുള്ള ഒരു രക്ഷിതാവിന്റെ വിഷയത്തിൽ എപ്രകാരമാണ് നിനക്ക് വഞ്ചിതനാവാൻ കഴിയുക? ഖുർആൻ ചോദിക്കുകയാണ് മുഅ്മിനെ. അതുകൊണ്ട് സഹോദര, നിനക്ക് കിട്ടിയ സമ്പത്തിന്റെ പേരിൽ, അധികാരത്തിന്റെ പേരിൽ, സ്ഥാനമാനങ്ങളുടെ പേരിൽ ദുനിയാവിൽ നീ അഹങ്കാരത്തോടു കൂടി നടക്കരുതേ. ദുനിയാവിൽ നീ വിനയാന്വിതനായിട്ട് കഴിയണം. കാരണം ഈ ദുനിയാവിൽ ഒരു പക്ഷേ നീ രക്ഷപ്പെട്ടു പോയേക്കാം. നാളെ അല്ലാഹുവിന്റെ സമക്ഷത്തിൽ പോയി നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട് മുഅ്മിനെ. അല്ലാഹുവിന്റെ സമക്ഷത്തിൽ മഹ്ശറിന്റെ മൈതാനിയിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് നാളെ സ്വർഗ്ഗത്തിൽ കടന്നു പോകണമെന്നാണ്. ആരും നരകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആരും നരകത്തിന്റെ തീക്കൊള്ളിയിൽ ആ നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. തെറ്റ് ചെയ്യുന്നവരും നന്മ ചെയ്യുന്നവരും എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗം കിട്ടിയാൽ കൊള്ളാമെന്നാണ്. മുഅ്മിനെ, സഹോദര, മനസ്സിലാക്കിക്കോ. അണുകിട അഹങ്കാരം നിന്റെ കൽവിലുണ്ടെങ്കിൽ, നിന്റെ മനസ്സിലുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ സ്വർഗം എന്നുള്ള ഭൂതി അങ്ങ് മറന്നേക്ക്. ആ സ്വർഗം നീ ആഗ്രഹിക്കുകയേ വേണ്ട എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരു അണുകിട അഹങ്കാരമുണ്ടെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഹബീബുനാ വശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനെ, അതുകൊണ്ട് അഹങ്കരിക്കരുതേ, അതുകൊണ്ട് അഹന്ത നടിക്കരുതേ. നിന്റെ സ്ഥാനമാനങ്ങളുടെ പേരിൽ നീ അഹങ്കാരിയാവരുതേ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ദുനിയാവിൽ നാം ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രയാസമാകാത്ത നിലയിൽ, മറ്റുള്ളവരോട് അഹങ്കാരം കാണിക്കാത്ത നിലയിൽ നല്ല രീതിയിൽ ജീവിക്കാൻ തയ്യാറാവണം.